അതെ, ഇനി എത്ര നേരം വേണം? വെയിറ്റ് ചെയ്യ്, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ആയുള്ള. നിങ്ങൾ ആണുങ്ങളെ ഈ മാഗി പോലെ. മാഗി പോലെ? ആ, ഒരു 2 മിനിറ്റ് പോരെ. പക്ഷെ നമ്മൾ പെണ്ണുങ്ങളെ നല്ല പിസ പോലെ. റെഡിയാവാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ റിസൾട്ട് അടിപൊളിയായിരിക്കും. അതെ, അത് വെച്ചേ. അതെ, പിസയ്ക്ക് ചെറിയ ടോപ്പിംഗ് കൂടെ തേക്കാം. പെണ്ണുണ്ട് പുറത്ത് വയ്ക്കാനുള്ള വൃത്തിയടാ. സുന്ദരായിട്ടുണ്ടല്ലോ. വേണട്ടാ. അവര് കേക്ക് വെട്ടിയിട്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്തിയാൽ മതിയായിരുന്നു. പോവാ. പിസ കൊള്ളാലോ. ഞാൻ ഷൂസ് ഇട്ട്. ഇതൊരു ഷൂട്ടില്ലേ, വെറുതെ അല്ല എല്ലായിടത്തും നമ്മൾ ലേറ്റ് ആണ്. അത് കൊള്ളാം. റെഡിയാവാം. അവക്ക് 1 മണിക്കൂർ, ഞാനൊന്ന് ഷൂസ് ഇടാത്തോടെ നമ്മൾ ലേറ്റ്. ഭർത്താക്കന്മാരുടെ ഓരോ അവസ്ഥ. മട്ടൻ. മട്ടനാ? ഞാൻ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തു, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല. എടി, നിനക്ക് വാങ്ങിച്ചോണ്ടെന്ന മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി? അയ്യോ, പച്ച മറ്റാ പോരെ അമ്മ, ഞാൻ ഉണ്ടാക്കി തരില്ല എന്നെക്കാട്ടിലും നന്നായിട്ട്. എനിക്കറിയായിരുന്നു നീ ഇത് പറയുന്നത്. അത് പച്ച മട്ടനാ, പോയി വെക്കേ. എനിക്ക് പറ്റൂല, ഞാൻ ഡയറ്റ് അല്ല ഒന്നാമത്. പോയ ഡയറ്റ് അല്ലേ? ഇന്നുണ്ടാക്കി കഴിച്ചിട്ട് നാളെ തൊട്ട് ഡയറ്റ് ചെയ്യാം. വിശക്കുന്നു, വേഗം വേണം. നീ എന്താ ഈ ചെറിയ പാത്രം? അതൊരു സൈക്കോളജിയാ. ഈ സ്മോൾ പ്ലേറ്റിലേ കുറച്ച് ചോറിട്ട് കഴിച്ചാൽ നമുക്ക് ഒരുപാട് കഴിച്ചെന്നുള്ള തോന്നൽ വരും. ഇംപ്രസീവ്. അങ്ങനെ ഡയറ്റ് അല്ലേ? Monday, Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. ഡയറ്റ് അല്ലേ? ഒന്നും ഡയറ്റ് ഒന്നുമില്ല, ചീറ്റ് ഡേ. ചീറ്റ് ഡേ. തൊണ്ടക്കുരുങ്ങി ചായ മതിയാണ്. ഡയറ്റ് അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഇങ്ങനെ കൊതിപ്പിക്കണം. നീ ഇത്ര രാവിലെ വീടും തുറന്നിട്ടുണ്ട്, എവിടെ പോയത്? ഞാൻ നടക്കാൻ പോയി, 3 കിലോമീറ്റർ നടന്നു. അത് ശരി. ഞാൻ എന്നിട്ട് കട്ട ഡയറ്റ്. അയ്യോ, കവറിലെന്തോ? അതവിടെ ജംഗ്ഷനിലെ ബേക്കറിയില്ലേ നല്ല ചൂടായിട്ട് ചിപ്സ് വറുത്ത് വരും. ഞാൻ ഒരു 1/4 കിലോ വാങ്ങിച്ചു. ഡയറ്റ് അല്ലേ? ചീറ്റ് ഡേ ആയിരിക്കും. ചീറ്റ് ഡേ? ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. ഞാൻ പുതിയൊരു ഡയറ്റ് പ്ലാൻ പിടിച്ചോണ്ടിരിക്കുക. ഡെയിലി ഒരു 4 മണിക്കൂറൊക്കെ ചീറ്റിംഗ് ആവാം, തുടക്കമല്ലേ. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഞാൻ ഡയറ്റാ. അയ്യോ, നന്നായിരിക്കും. ഓ, ഹേയ്, ഇവിടെ ഞാൻ അത്രയും കാലത്ത് എണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ശിവ ഉണ്ടല്ലോ, എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പണികളൊക്കെ പെട്ടെന്ന് തീരും. അവനെ ഗ്രീൻ ഫ്ലാഗ് അല്ല, ഗ്രീൻ ഫോറസ്റ്റാ. ഗ്രീൻ ഫോറസ്റ്റ് അവനെ കിട്ടിയത് എന്റെ ഭാഗ്യ. അങ്ങനെ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. അമ്മ നിലച്ച് ഞാൻ പൊളിയ. ഏട്ടാ, ഒന്ന് വീടടിച്ച് വരാവോ? ഏട്ടാ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയാ? കണ്ണാടി വെച്ചിട്ട് ഉറങ്ങും. കണ്ണാടി വെച്ചിട്ട് അങ്ങനെ ഉറങ്ങാത്തതാണ്. ഈ സീൻ നമ്മുടെ കോളേജ് വെച്ചെടുക്കുക. ഈ സീൻ ചേട്ടാ, ഇത് കഴിഞ്ഞിട്ട്
അടുക്കളയിൽ സിങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച പാത്രം ഇരിപ്പുണ്ട്. അതും കൂടെ ഒന്ന് കഴുകി വയ്ക്കണേ. ചേട്ടാ ഇടയ്ക്ക് ഉറങ്ങിയ ഞാൻ ഒറ്റയ്ക്കിരുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ. ശിവ പച്ചക്കറി ഇല്ലെന്ന് വാങ്ങിച്ചോണ്ട് വരുമോ? ശിവ നല്ല അഭിനയ. എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിക്കരുത്. മടിയ. എന്തെങ്കിലും കഴിക്കണമെങ്കിലേ പോയി പച്ചക്കറി വാങ്ങിച്ചോണ്ട് പോവാ. കൊറേ ആയത്. താനെന്താ എവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല. താൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ വെച്ചേക്കാം. എന്തെങ്കിലും മറന്നോ? എല്ലാം വാങ്ങി. ഒന്നും മറന്നിട്ടില്ലല്ലോ? എല്ലാം ഉണ്ടെന്ന്. ഇല്ല, പൊക്കോ. ചടഞ്ഞിരിക്കാതെ എഴുന്നേറ്റ് വാ. കുറച്ച് ബഹുമാനക്കുറവുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ പഴയ പോലെ ഒരു ഇഷ്ടമില്ല. എന്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്തത്? എന്റെ പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആണല്ലോ. നിനക്ക് എന്താ മൂഡ് സ്വിങ്സാ? മൂഡ് സ്വിങ് ഒന്നല്ല, ആനിവേഴ്സറി പോലും മറന്നിട്ട് നിൽക്കുന്ന കണ്ടില്ലേ പട്ടി. ചേട്ടാ ഇതൊന്നും തുറക്കാത്ത ദർശു. അതെ, നീ നെറ്റ്ഫ്ലിക്സിന്റെ പാസ്വേഡ് മാറ്റിയായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല? മാറ്റി. നമ്മുടെ ആനിവേഴ്സറിയാ പാസ്വേഡ്. ഈ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കിസ് ചെയ്ത ദിവസമാണോ അതോ ആദ്യമായിട്ട് ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസമാണോ? ഒഫീഷ്യൽ ആനിവേഴ്സറി, ഡേറ്റിംഗ് തുടങ്ങിയ ദിവസേ. അത് തന്നെയാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. വർക്ക് ചെയ്യുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് തരാൻ പറ്റുമോ? ഞാൻ കുറച്ച് ബിസിയാണ്. ഇത്ര ഹാർഡൊന്നുമല്ലല്ലോ, ഒന്ന് ട്രൈ എങ്കിലും ചെയ്യും. ഞാൻ ട്രൈ ചെയ്തതാ, പക്ഷെ അപ്പർ കേസ് ലോവർ കേസ് ആയിരിക്കും, അതൊക്കെ ആയിരിക്കും പ്രശ്നം. അപ്പർ കേസും ലോവർ കേസോ എല്ലാം നമ്പേഴ്സ് തന്നെയല്ലേ? അതാണ് കാര്യം. ഞാൻ ഇവിടെ ഇരുന്നേ ആ മാസത്തിലെ വേർഡ് മൊത്തം ടൈപ്പ് ചെയ്യായിരുന്നു. മാർച്ച് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. മാർച്ച് എന്തിനാ ടൈപ്പ് ചെയ്തേ? നമ്മുടെ ആനിവേഴ്സറി ജൂലൈയിലല്ലേ? ഞാൻ മാർച്ച് എന്നാണോ പറഞ്ഞത്? ജൂലൈ എനിക്ക് ഇഷ്ടപ്പെട്ട മാസം ജൂലൈ. ഏട്ടാ ഓണസ്റ്റ് ആയിട്ട് പറ, നിങ്ങൾ നമ്മുടെ ആനിവേഴ്സറി മറന്നല്ലേ? ഞാന് മറക്കാന്? വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ അത്? എന്നൊരു കാര്യം പറയട്ടെ, ഇന്നാ നമ്മുടെ ആനിവേഴ്സറി. ഇന്നോ? എന്തൊരു കോയിൻസിഡൻസ്. നിങ്ങൾ മറന്നു. വാതിക്കൽ ആരോ വന്നിരിക്കുന്നു, ഇനിയിപ്പോയി നോക്കിട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാഡം. ഇന്നലെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തെന്ന് കേൾക്കാം. താങ്ക് യു. ആനിവേഴ്സറി മറന്നില്ലല്ലേ? എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? അപ്പൊ മറന്ന പോലെ അഭിനയിച്ചോ? അത് നിനക്കൊരു സർപ്രൈസ് വന്ന. ഇനി നിങ്ങളുടെ സർപ്രൈസ് ഒന്നും വേണ്ട. ശരി, കേക്ക് ഹാപ്പി ആനിവേഴ്സറി. സെയിം ടു യു. ഹാപ്പി ആനിവേഴ്സറി.